നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് വേണോ വിശ്വനാഥ? കാവേരി, എന്താ അച്ഛമ്മേ? ദാ ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ. ഇനി ആരെങ്കിലും ഒക്കെ വരും, പൊളിക്കാനും പൊളിപ്പിക്കാനും ഒക്കെ ആയി. അവർക്ക് കാണിച്ചു കൊടുക്കണം. പോട്ടെ മോളെ. ശരി. ഇതെവിടുന്ന് ഒന്ന് ചാടി കണ്ണു പിടിക്കുന്നില്ല. ആഹാ, കൃത്യസമയത്താണല്ലോടാ നിന്റെ വരവ്. നിനക്ക് ഞാനൊരെണ്ണം ഓങ്ങി വെച്ചതാ. ആ, ഇനി കാണുമ്പോഴാവട്ടെ. താങ്ക് യു. ഇവളേതാടാ ഈ പുതിയ അവതാരം? ഇത് ഓ, മനസ്സിലായി. നൃത്തം പഠിപ്പിക്കാൻ വന്ന നാഗവല്ലി. നിന്റെ ഏട്ടനെ അല്ലേ ഇവിടെ നൃത്തം പഠിപ്പിക്കുന്നേ? ഓ, നിനക്കെന്താ ഇവളുമായിട്ട് ഇടപാട്? അച്ഛമ്മ, ഇടപാടുകളെല്ലാം എത്രയും പെട്ടെന്ന് തീർത്തോണം. അടുത്ത തവണ ഞാൻ വരുമ്പോ ഇവളെ ഇവിടെ കാണാൻ പാടില്ല. മനസ്സിലായോടാ? മനസ്സിലായി. അല്ല, അത് ടേക്ക് കെയർ. ഇപ്പോഴെങ്കിലും ഏട്ടന് ബോധ്യപ്പെട്ടല്ല ഞാൻ പറഞ്ഞ സത്യമാണെന്ന്. മരണത്തെ തോപ്പിച്ച് മടങ്ങി വന്നത് ഒറിജിനൽ അച്ഛമ്മ തന്നെയാണെന്ന്. ഇവിടെ നടന്നതൊന്നും ആരും കാര്യമാക്കണ്ട. മടങ്ങി വന്നത് അച്ചമ്മയാണെങ്കിലും അല്ലെങ്കിലും ഇപ്പൊ ഈ കഥയില് അവർക്ക് യാതൊരു പ്രസക്തിയുമില്ല. പ്രസക്തിയും പ്രൗഢിയുമുള്ളത് മാണിക്യമംഗലത്തിന്റെ സ്വത്തിന്റെ അവകാശികളായ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്റെ കരാറിന് ഒരു മാറ്റവുമില്ല. ഏറ്റവും അടുത്ത മുഹൂർത്തത്തില് നൃത്ത മത്സരം നടക്കും. ഞാൻ നിന്നെ തോൽപ്പിച്ചു കഴിയുമ്പോ നീ ആ സ്വത്തുക്കൾ എന്റെ പേരിൽ എഴുതി തരും. എന്താ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ? എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോന്ന്? ഇല്ല, കരാറിൽ നിന്ന് ഞാൻ പിന്മാറില്ല. അന്നത്തെ പോലെ എന്തെങ്കിലും ഉടായ്പ് കാണിച്ച് നിങ്ങളത് മുടക്കാതിരുന്നാ മതി. ഞാൻ ഉടായ്പൊന്നും കാണിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പോയ വഴിക്ക് എനിക്കൊക്കെ പോയാൽ മതിയായിരുന്നല്ലോ. വിശ്വനാഥൻ മടങ്ങി വന്നതേ തോൽപ്പിക്കാൻ തന്നെയാ. അന്തസ്സോടെ നൃത്തം ചെയ്ത് കാവേരി പരമേശ്വരനെ തോൽപ്പിക്കാൻ. നമ്മുടെ ജോലി കൂടിയല്ലോ നാഗവല്ലി. ചാകേണ്ടവരുടെ എണ്ണം 6-7 അച്ചമ്മ, അവരെ വേണം ആദ്യം കൊല്ലാൻ.
മരിച്ചവരെ വീണ്ടും കൊല്ലുന്നത് ഒരു പ്രത്യേക സുഖമല്ലേ നാഗവല്ലി? ഇതെവിടെ പോയി? ഞാൻ ഇവിടെയാണല്ലോ വെച്ചത്. അതെ, ഞാൻ ഇവിടെ ഒരു ഫയൽ വെച്ചിരുന്നു. നീ കണ്ടായിരുന്നോ? ആ കണ്ടു. എന്നിട്ട് എവിടെ? ഞാനെടുത്ത് വിഴുങ്ങി. മര്യാദയ്ക്ക് സംസാരിക്കടി. നിന്നോട് ഈ മര്യാദയൊക്കെ മതി. ഓ, അത് ശരി. അപ്പൊ അത് എടുത്തു മാറ്റിയത് നീ തന്നെയല്ലേ? അതേന്ന് ഞാൻ പറഞ്ഞില്ലേ. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാ നീ അങ്ങ് ചെയ്യും. അപ്പൊ മനപ്പൂർവ്വം ഉടക്കാനാ നിന്റെ ഭാവം അല്ലേ? പിന്നെ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്റെ മെക്കിട്ട് കയറാൻ നോക്കിയാ ഞാൻ എന്ത് ചെയ്യണം? നിന്റെ വീടോ? എന്ന് മുതലാടി ഇത് നിന്റെ വീടായത്? ഞാൻ ഉണ്ടായ ദിവസം തൊട്ട് എന്നെ എന്റെ അമ്മ പ്രസവിച്ചിട്ടതേ കമലാക്ഷി അപ്പച്ചിയുടെ വീട്ടിലാ. സംശയം ഉണ്ടെങ്കിൽ നീ അപ്പച്ചിയെ വിളിച്ച് ചോദിക്കേ. എനിക്ക് നിന്റെ ജനന സർട്ടിഫിക്കറ്റ് പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ മര്യാദയ്ക്ക് എന്റെ ഫയൽ തിരിച്ചാടി. എടുത്തെങ്കിൽ തിരിച്ചു തന്നാ പോരെ? നീയല്ലേ പറഞ്ഞത് നീ എടുത്തെന്ന്? ഞാൻ അങ്ങനെ പലതും പറയും. നീ നിന്റെ പാട് നോക്കി പോടി. അങ്ങനെ ഇപ്പൊ പോ, മനസ്സിലെങ്കിലോ? മാറി നിക്കടി. നീ അത്രയ്ക്കായോടി? നീ എന്നെ തല്ലിയല്ലേടി? നിന്നെ നിന്നെ കോടിച്ചേരോടി ഞാൻ. അയ്യോ മക്കളെ വിട്. മക്കളെ വിട്. ദൈവമേ, പിള്ളേരെ അടി കൂടല്ലേ വിടാൻ. സുനീഷേ, അയ്യോ വിട്. സുനീഷേ ഓടി വാടാ. അടി കൂടല്ലേ. എന്താ ഇത്? പിടിച്ചു മാറ്റൂ. അതിനെ കൂടെ മാറാൻ മോനെ സുനീഷേ, ആതിര. മോളെ ആതിരെ എഴുന്നേക്ക്. ആതിരെ കണ്ണു നോർക്ക്. അയ്യോ ആതിരെ കണ്ണോർക്ക് മോളെ. മോളെ ആതിരക്കുട്ടി കണ്ണുറക്ക. ആതിരക്കുട്ടി കണ്ണുറക്ക. അമ്മേ മോളെ കണ്ണോർക്കാൻ. ആതിരക്കുട്ടി ഈശ്വര എന്ത് നോക്കി നിൽക്കാതെ കാരണം ചാവി എടുക്കുന്നില്ല. ആശുപത്രി കൊണ്ടുപോവാം. വേണ്ട. അമ്മ എന്തൊക്കെയാ പറയണേ? ഇവളിപ്പോ നിന്റെ പഴയ ആതിരക്കുട്ടി അല്ല. ഭർത്താവ് തല്ലിയെന്നും പറഞ്ഞ ആശുപത്രി കൊണ്ടുപോവാൻ. അലമേലു IAS കളക്ടർ തല്ലിയ കേസില് നീ അകത്ത് പോവും മോനെ. അതൊന്നും സാരമില്ല. എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റൂ. നമുക്ക് സൂസമ്മ ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കാം. അത് മതിയടാ. എന്നെ എത്ര പെട്ടെന്ന് വിളിക്ക്. അതിനെക്കുട്ടി
ആതിരക്കുട്ടി കണ്ണോർക്ക്. ആതിരക്കുട്ടി, ആതിരക്കുട്ടി കണ്ണോർക്ക് മോളെ. ആതിരക്കുട്ടി, ആതിരെ മോളെ കണ്ണോർക്ക് മക്കളെ. ആതിരക്കുട്ടി, ആതിരക്കുട്ടി, ആതിരക്കുട്ടി. എന്തു പറ്റിയതാ? ഒന്ന് തലകറങ്ങി വീണതാ ഡോക്ടറെ. നിങ്ങൾ എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേ.